33ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം. 1008 പോയിന്റുകളുമായാണ് തൃശൂർ ജേതാക്കളായത്. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് സ്വർണ്ണക്കപ്പ് തൃശൂരിലേക്ക് എത്തുന്നത്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം HSS 12ാം തവണയും ചാമ്പ്യന്മാരായി. 1007 പോയിന്റുമായി പാലക്കാട് 2ാം സ്ഥാനത്തെത്തി. നടി ഹണി റോസിനെ അപമാനിച്ചെന്ന പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാനായിരുന്നു ശ്രമം. കൊച്ചിയിൽ നിന്നെത്തിയ അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. IT ആക്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുണ്ട്. യു പ്രതിഭ MLA മകനെതിരെ എക്സൈസ് കേസെടുത്ത നടപടിയിൽ യു പ്രതിഭയെയും മന്ത്രി സജി ചെറിയാനെയും തള്ളി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. എക്സൈസ് കേസെടുത്തത് അന്വേഷിച്ച ശേഷമാണെന്നും എക്സൈസിന് തെറ്റുപറ്റിയെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ലെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. എക്സൈസിനെതിരെ പ്രതിഭ പറയുന്നത് അവരുടെ അഭിപ്രായമാണെന്നും R നാസർ കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ 4 CPIM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, CPIM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുന്തേരി, MK ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ശിക്ഷ സ്റ്റേ ചെയ്തത്. കേസിൽ പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി CPIM നേതാവ് PK ശ്രീമതി പറഞ്ഞു. അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് നൽകിയ ഹണി റോസിനെ പിന്തുണച്ച് സിനിമാ സംഘടനയായ ഫെഫ്ക. സൈബർ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന് തുടക്കമായാണ് ഹണിയുടെ പരാതിയെ കാണുന്നതെന്നും ഫെഫ്ക അറിയിച്ചു. ഉമാ തോമസ് MLA ഒരാഴ്ച കൂടി ICUവിൽ തുടരും. MLAയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായും മകനൊപ്പം സ്റ്റാഫ് അംഗങ്ങളോടും സോഷ്യൽ മീഡിയ ടീമിനോടും കോൺഫറൻസ് കോളിൽ സംസാരിച്ചെന്നും സോഷ്യൽ മീഡിയ അഡ്മിൻ അറിയിച്ചു. ഉമാ തോമസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ നല്ല സൂചനയാണ് നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി. സൈബർ അധിക്ഷേപത്തിനെതിരെ നടി മാല പാർവതി നൽകിയ പരാതിയിൽ കേസ്. ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസെടുത്തത്. യൂട്യൂബ് ചാനൽ വ്യാജ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് പരാതി. വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെയും പരാതി നൽകി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും കത്തുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അന്വേഷണ സംഘം. ഔദ്യോഗിക രേഖകളിൽ വിജയൻ എഴുതിയിട്ടുള്ള സ്വന്തം കൈയക്ഷരങ്ങൾ ശേഖരിച്ച് ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരവുമായി ഒത്തുനോക്കി ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷം കത്തുകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നല്ല ശരീരഘടനയാണെന്ന് സ്ത്രീയോട് പറയുന്നതും ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക അതിക്രമമാണെന്ന് ഹൈക്കോടതി. സഹപ്രവർത്തകയുടെ ശരീരഭംഗി മികച്ചതാണെന്ന് പറഞ്ഞതിനും ഫോണിൽ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചതിനും ലൈംഗിക അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം. കർണാടകയിൽ മാവോയിസ്റ്റുകൾ ബംഗളൂരുവിലെത്തി കീഴടങ്ങും. ബംഗളൂരുവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാവും മാവോയിസ്റ്റുകൾ കീഴടങ്ങുക. കാടിറങ്ങിയ മാവോയിസ്റ്റുകൾ പോലീസ് അകമ്പടിയോടെ ബംഗളൂരുവിലേക്ക് തിരിച്ചു. ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രമായ എമർജൻസി കാണാൻ പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിച്ച് ബോളിവുഡ് നടിയും ലോക്സഭാ MPയുമായ കങ്കണ റണൌത്ത്. പാർലമെന്റിൽ പ്രിയങ്കയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കങ്കണ തന്റെ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിച്ചത്. കാനഡയെ US-ന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം പങ്കുവെച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ട്രംപ് ഭൂപടം പങ്കുവച്ചിരിക്കുന്നത്. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് പോസ്റ്റുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പോസ്റ്റിന്റെ ഉള്ളടക്കത്തെ എതിർത്ത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്.